സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്തിച്ചു തന്ന ആ അല്ലാഹുവിന്റെ സ്വർഗ്ഗം നമുക്ക് പറഞ്ഞു തന്ന ആ അല്ലാഹുവിന്റെ നരകം നമുക്ക് പറഞ്ഞു തന്ന ആ അല്ലാഹുവിന്റെ കലാം നമുക്ക് ഓതി തന്ന വിവരിച്ചു തന്ന ഖബറിലെ ശിക്ഷ നമുക്ക് കാണിച്ചു തന്ന എല്ലാം നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന ആ മഹാ വ്യക്തിത്വത്തിന്റെ പേര് റസൂലുള്ളാഹ്. ആ റസൂലാ നമ്മൾ രക്ഷപ്പെടാൻ നമ്മേക്കാൾ കൂടുതൽ ആഗ്രഹിച്ച നേതാവാ. ജീവിതകാലം മുഴുവനും നമുക്ക് വേണ്ടി കരഞ്ഞതാ. നാളെ ഖബറിലും തങ്ങൾ നമുക്ക് വേണ്ടി കരയുകയാ. മഹ്ശറയിലും നമുക്ക് വേണ്ടി കരയുകയാ. അല്ലാഹ് അല്ലാഹ് പടച്ച റബ്ബിന്റെ മുൻപിലേക്ക് വിചാരണയ്ക്ക് കൊണ്ടുപോകുന്നു. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, ചെറുപ്പക്കാരോട്, രക്ഷിതാക്കളോട്, ഉമ്മമാരോട്, സഹോദരിമാരോട് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് എന്ന് എനിക്കറിഞ്ഞൂടാ. എങ്ങനെയാണ് നിങ്ങൾ ഉൾക്കൊണ്ടത് എന്നും എനിക്കറിഞ്ഞൂടാ. ഈ ദുനിയാവിൽ ഞാനും നിങ്ങളും അനുഭവിച്ചിട്ടുള്ള എല്ലാ സുഖങ്ങളെ കുറിച്ചും റബ്ബ് ചോദിക്കുന്നതാ. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചതിനെ കുറിച്ച്, ദാഹം തീർത്ത് ശരിക്ക് വെള്ളം കുടിച്ചതിനെ കുറിച്ച്, അതേ സ്ഥാനങ്ങൾ കിട്ടിയതിനെ കുറിച്ച്, മാനം കിട്ടിയതിനെ കുറിച്ച്, എല്ലാറ്റിനെ കുറിച്ചും റബ്ബാകത്തുമുള്ള പുരികവും അതുപോലത്തെ രോമങ്ങളും ഉണ്ടല്ലോ. ഇത് വെറുതെ തന്നതാണെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നിന്റെ കണ്ണിനെന്തൊരു സൗന്ദര്യമാ, അത് വെറുതെ തന്നതാണെന്ന് തോന്നുന്നുണ്ടോ? നിന്റെ മുഖത്തിനെന്തൊരു സൗന്ദര്യമാ, വെറുതെ തന്നതാണെന്ന് തോന്നുന്നുണ്ടോ? നിന്റെ ചുണ്ടിനെന്തൊരു ചന്തമാ, അത് വെറുതെ തന്നതാണെന്ന് തോന്നുന്നുണ്ടോ? മോനെ, നിനക്കൊരു സുന്ദരിയായ ഭാര്യയെ തന്നില്ലേ, അത് വെറുതെ തന്നതാണെന്ന് തോന്നുന്നുണ്ടോ? മോനെ, നിന്റെ കൈക്കെന്തൊരു പവറാണ്, നിനക്കെന്തൊരു കരുത്താണ്, നിനക്കെന്തൊരു മെയ്ക്കരുത്താണ്, നിനക്കെല്ലാം വല്ലാത്ത മസിലി പവറാണ്, നിനക്ക് വലിയ ഐഡിയ ആണ്. എന്തെല്ലാം മോനെ നിനക്കുണ്ട്. നിന്റെ മുടിക്കെന്തൊരു കറുപ്പാണ്, നിന്റെ മുടിക്കെന്തൊരു ചന്തമാണ്, നിന്റെ ഇരുമ്പ് പോലത്തെ കൈകാലികളാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കാൻ, ഓടാനും ചാടാനും കളിക്കാനും നിനക്ക് പറ്റുന്നുണ്ട്. ഇതെല്ലാം വെറുതെ അല്ലാഹു നിനക്ക് തന്നതാണെന്ന് വിചാരിക്കണ്ട. കൃത്യമായി നിന്നോട് ചോദിക്കും. വലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽ മുർസലീൻ. എല്ലാവരോടും നമ്മൾ ചോദിക്കും. ജിബ്രീലിനോട് ചോദിക്കും, മലക്കുകളോട് ചോദിക്കും, അമ്പിയാക്കളോട് ചോദിക്കും, മുർസലീങ്ങളോട് ചോദിക്കും, എല്ലാ ജീവജാലങ്ങളോടും നമ്മൾ ചോദിക്കും. ചോദിക്കാതെ ആരെയും വിടൂല എന്ന് പടച്ച റബ്ബ് പറഞ്ഞിട്ടുണ്ട് ഖുർആനില്. അതുകൊണ്ട് മോനെ, നമ്മളെ കുറിച്ച് നമ്മോട് ചോദിക്കും. നിനക്ക് തന്ന ആരോഗ്യത്തെ പറ്റി, നിനക്ക് തന്ന കേൾവിയെ പറ്റി, നിനക്ക് തന്ന കാഴ്ചയെ പറ്റി, നിനക്ക് തന്ന അറിവിനെ പറ്റി, നിനക്ക് തന്ന സർവാനുഗ്രഹങ്ങളെ കുറിച്ചും അല്ലാഹ് നിന്നോട് ചോദിക്കും. ചോദിക്കാൻ വേണ്ടിയിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹ് പറയും, ഖദ്ദിം ഉമ്മതക, ഉമ്മത്തിനെ മുന്നോട്ട് കൊണ്ടുവരൂ നബിയേ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാൻ അവരോടൊന്ന് ചോദിച്ചോട്ടെ, അവരെ മുന്നോട്ട് കൊണ്ടുവാ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ പറയുന്നു, അല്ലാഹ് ഇവരെ ഇനി ചോദ്യം ചെയ്യണ്ട. ഇവര് എമ്പാടും അനുഭവിച്ചിട്ടുണ്ട്, ഖബറിൽ വെച്ച് അനുഭവിച്ചിട്ടുണ്ട്. കള്ളു കുടിച്ച ആളുകളെ വയറ് വീർത്ത് പൊട്ടിയിട്ടുണ്ട്.
പലിശ വാങ്ങി തിന്നവന്റെ വയറ് പൊട്ടിയിട്ട് കൊടൽ പുറത്ത് ചാടി അവൻ എഴുന്നേൽക്കാൻ കഴിയാതെ പാടുപെടുന്നുണ്ട്. മദ്യപിച്ച ആളുകള് അവരെ താഴെ ചുണ്ട് വികസിച്ച് പൊക്കിളിലെത്തിയിട്ടുണ്ട്, അവരെ മേലെ ചുണ്ട് വികസിച്ച് മൂർധാവിലെത്തിയിട്ടുണ്ട്, അവരെ ശരീരം ചീർത്തിട്ടുണ്ട്. അവരോട് ഇനി ചോദിക്കേണ്ടതില്ല. ദുനിയാവിൽ വെച്ചുകൊണ്ട് പല തിന്മകളും ചെയ്ത ആളുകള് ഈ എമ്പാടും അനുഭവിച്ചിട്ടുണ്ട്. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, അല്ലാഹുവിൽ നിനക്ക് വിശ്വാസമുണ്ടോ? ഈ ഖുർആനിൽ നിനക്ക് വിശ്വാസമുണ്ടോ? ഈ മുത്തുനബിയിൽ നിനക്ക് വിശ്വാസമുണ്ടോ? ഈ നടക്കുന്ന ഒട്ടുമിക്ക പെണ്ണുങ്ങളും നാളെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ അല്ലാഹു ഖുർആനിൽ പറയുന്നു, വനശ്ഫുറുഹും അലാ വുജൂഹിഹിം. അല്ലാഹ് അവരെ കയ്യും കാലും പിറകോട്ട് മടക്കിയിട്ട് അവരെ മുഖം നിലത്ത് കുത്തിയിട്ട് അവരെ വലിക്കുകയാ. മുഖം നിലത്ത് കുത്തി നടക്കുന്നവരുണ്ട്. ഹബീബിനോട് സഹാബത്ത് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാ തങ്ങളെ മുഖം കുത്തി നടക്കുക? കാലിൽ നടക്കുന്നത് പോലെ മുഖം കുത്തി നടക്കാൻ പറ്റുമോ? ഹബീബ് പറയുന്നു, ആരാ നിനക്ക് കാലുകൊണ്ട് നടക്കാൻ കഴിഞ്ഞതെങ്ങനെയാ? ആരാ നിന്നെ കാലിൽ നടത്തിയത്? ഈ മൈക്ക് നിങ്ങൾ കണ്ടില്ലേ? മൈക്കിന്റെ സ്റ്റാൻഡ് വീതിയില്ലെങ്കിൽ ഈ മൈക്ക് ഇങ്ങനെ നിൽക്കൂലല്ലോ. അടിഭാഗം വീതിയും കനവും ഉള്ളത് കൊണ്ടല്ലേ ഈ മൈക്ക് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ മനുഷ്യൻ നിൽക്കുന്നത് ഓർത്ത് നോക്ക്. മനുഷ്യന്റെ കാലിനേക്കാൾ എത്ര കനമുണ്ട് അവന്റെ മേൽഭാഗം. ആ മേൽഭാഗത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. അവന്റെ ബാലൻസ് അല്ലാഹു ശരിപ്പെടുത്തിയത് ഈ രണ്ട് ചെവിയിലാണല്ലോ. ചെവി മനുഷ്യന്റെ ആന്റിനയാണല്ലോ. ബാലൻസ് തെറ്റാറ് ചെവിന്റെ അടുത്താണല്ലോ. ഈ രണ്ട് കാലിൽ നിന്നെ നടത്തിയ റബ്ബ് നിന്നെ മുഖം കുത്തി നടത്തുന്നത്. ആ മുഖത്തിന്റെ മേൽ നിന്നെ കുത്തിയിട്ട് നടത്തുന്നു. നടക്കാൻ കഴിയാത്തവന്റെ വായിൽ കൂടി ചങ്ങല പ്രവേശിപ്പിച്ച് ആ ചങ്ങല നിന്നെ മലദ്വാരത്തിൽ കൂടി എടുത്ത് കൂട്ടിക്കെട്ടിയിട്ട് നിന്നെ ഒരു മലക്ക് വലിക്കുന്നു, മറ്റേ മലക്ക് പിറകിൽ കിടന്ന് തെളിക്കുന്നു. അതേ വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്. ഇടത്തും വലത്തുമുള്ള മലക്ക്, ഒരു മലക്ക് നിന്നെ ചങ്ങലയിട്ട് വലിക്കുന്നു, മറ്റേ മലക്ക് നിന്നെ പിറകിലിട്ട് തെളിക്കുന്നു. ഈ നിലക്ക് മനുഷ്യരിൽ റബ്ബിന്റെ മുൻപിലേക്ക് കൊണ്ടുവരുമ്പോൾ പൊട്ടിക്കരഞ്ഞ് നമ്മുടെ നബി പറയുന്നു, വേണ്ട ഇനി ഇവരെ ചോദ്യം ചെയ്യണ്ട. കള്ളു കുടിച്ചവർ അനുഭവിച്ചില്ലേ? കഞ്ചാവടിച്ചവർ അനുഭവിച്ചില്ലേ? MDIM ഉപയോഗിച്ചവർ അനുഭവിച്ചില്ലേ? അല്ലാഹ് വ്യഭിചരിച്ചവർ അനുഭവിച്ചില്ലേ? വ്യഭിചരിച്ച സ്ത്രീകളും പുരുഷന്മാരും അവരെ മൂക്കും വായും ദ്വാരങ്ങളിൽ കൂടി ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന ചലങ്ങള് ബാരൽ കണക്കിന് കുത്തിയൊഴുകുന്നു. അവരെ ഉമ്മമാര് തിരിച്ചറിയുന്നു, ഉപ്പമാര് തിരിച്ചറിയുന്നു, സ്വന്തം മക്കള് തിരിച്ചറിയുന്നു, ഗുരുനാഥന്മാര് തിരിച്ചറിയുന്നു, ശിഷ്യന്മാര് തിരിച്ചറിയുന്നു. ആ രൂപത്തിൽ മൂക്കത്ത് കൈവച്ച് മുഴുവൻ ആളുകളും ദുർഗന്ധം കൊണ്ട് ശപിക്കുന്നു. ആ രൂപത്തിൽ വ്യഭിചരിച്ചവർ അനുഭവിച്ചില്ലേ? കളവ് നടത്തിയവർ അനുഭവിച്ചില്ലേ? മണിക്കൂറുകളല്ല ദിവസങ്ങളോളം പറഞ്ഞാൽ തീരുമോ? പൊതുഖജനാവ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ട് നിർവഹിക്കാത്തവൻ അവന്റെ പിറകിൽ കൊടി ഉയരുന്നു. സുബ്ഹാനല്ലാഹ്. വലിയ വലിയ സംഘടനയുടെ, വലിയ വലിയ കമ്മിറ്റിയുടെ, വലിയ വലിയ സ്ഥാപനങ്ങളുടെ, വലിയ വലിയ കൂട്ടായ്മയുടെ സാമ്പത്തികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ട് ആ സമ്പത്തുകളൊക്കെ പിടിച്ചടക്കിയിട്ട് ഉത്തരവാദിത്തങ്ങൾ കൊടുത്തു വീട്ടാതെ, കടങ്ങൾ വീട്ടാതെ മരിച്ചവൻ
അവന്റെ ചതാ പെരടിയിൽ ഇരുമ്പിന്റെ പെട്ടി കത്തിയാളുന്നു. പഴയ കാലത്ത് നമ്മുടെ നാട്ടിലെ ആളുകള് ഹജ്ജിന് പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഇരുമ്പിന്റെ പെട്ടി പോലെ ആ പെട്ടി പെരടിയിൽ വെച്ചു ആളി കത്തുന്നു. അവരെ പെരടിയിൽ കൂടി തീ കത്തിയിട്ട് കിടന്ന് പെടയുന്നു. മരിക്കൂല, നശിക്കൂല. ആ രൂപത്തിൽ ഈ ദുനിയാവിൽ വെച്ച് ബാധ്യത തീർക്കാത്തവൻ അവനെ തിരിച്ചറിയുന്നു. അവരും അനുഭവിച്ചു അല്ലാഹ്. കുടിച്ചവർ അനുഭവിച്ചു അല്ലാഹ്. വ്യഭിചരിച്ചവർ അനുഭവിച്ചു അല്ലാഹ്. കളവ് നടത്തിയവർ അനുഭവിച്ചു അല്ലാഹ്. നിസ്കരിക്കാത്തവർ അനുഭവിച്ചു അല്ലാഹ്. മാതാപിതാക്കളെ പോക്കാത്തവർ അനുഭവിച്ചു അല്ലാഹ്. എല്ലാവരും അനുഭവിച്ചു അല്ലാഹ്. ഇനി വിചാരണ വേണ്ട, ചോദ്യം ചെയ്യണ്ട. ഹബീബ് പടച്ച റബ്ബിനോട് പറയുമ്പോ അല്ലാഹ് പറയുന്നു വേണ്ട, പറ്റില്ല. ഖദ്ദിം ഉമ്മതക ലിൽ ഹിസാബ്. അവരെ ഇങ്ങോട്ടടിപ്പിക്കൂ നബിയേ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാനൊന്ന് വിചാരണ ചെയ്തോട്ടെ, ഞാൻ അവരെ ഒന്ന് കണക്ക് തീർത്തോട്ടെ. ഹബീബ് വീണ്ടും വീണ്ടും പറയുമ്പോ അല്ലാഹ് പറയുന്നു പറ്റില്ല. അവസാനം മുത്ത് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിനോട് പറയുന്നു എന്നാൽ നിൽക്കട്ടെ, ഞാനൊന്ന് വരാ. കോടാനുകോടി ജനങ്ങളുടെ മുൻപിൽ നിന്ന് മഹാനരായ മുത്ത് നബി ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, നമ്മോട് ദയാലുവായ, നമ്മോട് കരുണാവാരിധിയായ തങ്ങളതാ തെരഞ്ഞു പോകുന്നത് ആരെയാണ്? ആദം നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തെരഞ്ഞു കണ്ടെത്തിയിട്ട് പറയുന്നു ഉപ്പാ, ഇവര് നിങ്ങളെ മക്കളാ, ഞാനവരെ പ്രവാചകരാ. ഇവരെ തെറ്റുകളും കുറ്റങ്ങളും നമുക്ക് രണ്ടുപേർക്കും അങ്ങ് ഏറ്റെടുക്കാം. അവരോട് വിചാരണ വേണ്ട. നിങ്ങൾ കേൾക്കുന്നത് കെട്ടുകഥകളല്ല, നിങ്ങൾ കേൾക്കുന്നത് നോവലല്ല, നിങ്ങൾ കേൾക്കുന്നത് ഐതിഹ്യമല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സ്വഹീഹായ ഹദീസുകളാ. അല്ലാഹു തആല ബഹുമാനപ്പെട്ട ആദം നബി പറയുന്നു എനിക്ക് പറ്റൂല, എന്റെ കാര്യം തന്നെ ബേജാറില്ല, ഞാൻ ഏറ്റെടുക്കൂല, എന്റെ കാര്യം നിങ്ങൾക്കറിയില്ലേ. നിങ്ങൾക്ക് പടച്ച റബ്ബ് ഇറക്കി തന്ന ഖുർആനിലില്ലേ ആദം നബി അലൈഹിസ്സലാം അവിടുത്തെ പവിത്രമായ സ്ഥാനത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തതിനാൽ ആദം നബി തന്നെ വലിയ പേടിയിലാണെന്ന് ഖുർആനിലില്ലേ. അതുകൊണ്ട് ഞാൻ എടുക്കൂല. നമ്മുടെ ഹബീബ് രണ്ട് കൈയും പെരടിയിൽ കെട്ടിയിട്ട് കരയുകയാ. കരഞ്ഞ് കരഞ്ഞ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി റബ്ബിന്റെ മുൻപിലെത്തുകയാ. ഓ മുസ്ലിമീങ്ങളെ, ഈ നിലക്ക് ഉമ്മത്തിന് വേണ്ടി കരയുന്ന, ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുന്ന, ഉമ്മത്തിന്റെ കാര്യത്തിൽ വേദനിക്കുന്ന ഈ മുത്തുനബിയോട് നമുക്ക് കടപ്പാടില്ലേ, ബാധ്യതയില്ലേ? ഇതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിങ്ങൾ പ്രാർത്ഥിക്കണം, ആ നബിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹുവേ, മുത്തുനബിക്ക് കണക്കാക്കിയിട്ടുള്ള, നീ നിശ്ചയിച്ചിട്ടുള്ള, നീ നൽകിയിട്ടുള്ള, നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള സർവ്വ അനുഗ്രഹങ്ങളും കൊടുക്ക് റബ്ബേ. ഇതാണ് സ്വലാത്തിന്റെ അർത്ഥം, ഈ പ്രാർത്ഥനയുടെ അർത്ഥം. ഈ സ്വലാത്ത് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകുന്ന പ്രാർത്ഥനയ്ക്ക് പേര് സ്വലാത്തെന്ന. അല്ലാഹുക്ക് ചെയ്യുന്ന നന്ദിയുടെ പേരും സ്വലാത്തെന്ന. പക്ഷേ അല്ലാഹു തആലക്ക് നൽകുന്ന സ്വലാത്ത് അത് സ്വീകരിക്കപ്പെടാൻ, അത് കുറ്റമറ്റതാവാൻ മുത്തുനബിക്ക് വേണ്ടി
വേണ്ടി പ്രാർത്ഥിച്ചിരിക്കണം. മുത്തുനബിക്ക് പ്രാർത്ഥിക്കാത്ത സ്വലാത്തു ചൊല്ലാത്ത നിസ്കാരം റബ്ബ് സ്വീകരിക്കൂല, സഹീഹല്ല. അതേ സമയത്ത് മുത്തുനബിക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ അത് നിസ്കാരത്തിലാവണമെന്ന ഷർത്തില്ല, നിസ്കരിച്ചു കൊണ്ടാവണമെന്ന ഷർത്തില്ല, വുളു എടുത്തുകൊണ്ടാവണമെന്ന് ഷർത്തില്ല, ഖിബ്ലക്ക് തിരിഞ്ഞുകൊണ്ടാവണമെന്ന് ഷർത്തില്ല. ഏത് നിലക്ക് തങ്ങൾക്ക് പ്രാർത്ഥിച്ചാലും നിന്റെ പ്രാർത്ഥന കബൂലാ. അതാണ് മുത്തുനബിക്ക് നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. നബിയെ നിങ്ങൾ ഓർക്കണം, നബിയെ പറ്റി നിങ്ങൾ പറയണം, നബിയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം, നബിക്ക് നിങ്ങൾ നൽകണം. അല്ലാഹ് അല്ലാഹ്